ഹലോ വാട്സപ്പ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ റോബ്ലോക്സിലെ ബാരീസ് പ്രിസൺ ആണ്. അപ്പോൾ ഈ ഗെയിമിലാണെങ്കിൽ നമുക്ക് മൂടൊക്കെ ഉണ്ട് ഗേസ്. അപ്പോൾ നമുക്ക് ഈസി മൂഡ് എടുക്കാം ഗേസ്, കാരണം ബാക്കി രണ്ട് മറ്റേ ലോക്കാണ് ഗേസ്. നമുക്ക് പിന്നെ തേർഡ് പേഴ്സൺ മൂഡ് എടുക്കാം ഗേസ്. അപ്പോൾ നമുക്ക് തേർഡ് പേഴ്സൺ മൂഡ് എടുത്തിട്ട് നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗേസ് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ റോബ്ലോക്സ് തന്നെ പോപ്പുലർ ആയിട്ടൊരു ഗെയിമാണ്. ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പോലീസുകാരൻ്റെ നിന്ന് നമ്മൾ രക്ഷപ്പെടണം ഗേസ്. ഈ പ്രിസണിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം, എസ്കേപ്പ് ആവണം. ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ്. ഇവിടെ ടോയ്ലറ്റും എന്തൊക്കെയുണ്ട് കേസ്. ടോപ്പ് പ്ലെയറിനൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ടോപ്പ് പ്ലെയർ നമ്മളാവാനാണ് എൻ്റെ ഗോൾ. അപ്പം നമുക്ക് ഈ ആരോ കാണിക്കുന്ന സ്ഥലത്തോട്ട് പോകാം കേസ്. ഇവിടെ കൂടെ കയറിയിട്ട് നമ്മൾ ഇവിടെ ഈ പൈപ്പ് ലൈനിൽ കൂടി കയറണം കേസ്. ഈ പൈപ്പ് ലൈനിൽ കൂടി കയറിയിട്ട് നമ്മളിങ്ങനെ നടന്ന് വെൻറ്റി കയറണം കേസ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ കേസ്, ആ തുറന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ കൂടി പോകുമ്പോൾ നമ്മൾ എവിടെ എത്തുമെന്ന് നോക്കാം കേസ്. തുറക്കാൻ പറ്റുന്നില്ല. തുറന്നു കേസ്. അപ്പോൾ കേസ് ഇവിടെ എന്തോ ഒരു ഡോറൊക്കെ ഉണ്ട് കേസ്. അവിടെ കയറാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു കേസ്. അപ്പോൾ നമുക്ക് ഇവിടെ കൂടി പോകാം കേസ്. എന്തൊക്കെയോ ഒരു ആഡൊക്കെ നമുക്ക് വേണ്ട കേസ്. നമുക്ക് ഇനി പൈസ കൊടുത്തൊന്ന് മേടിക്കേണ്ട വന്നു. അത് ഞാൻ കട്ട ബ്രോക്കാണ് കേസ്. നമുക്ക് ഇവിടെ കൂടി ഓബിയൊക്കെ ചെയ്തു പോകും. ഇപ്പോൾ കേസ് താഴെ നല്ല മൂർച്ചയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ കേസ് മരിച്ചു കേസ്. സാരമില്ല, റീസ്പോൺ ആവും. ഈസി മൂഡാണ് കേസ്, അതുകൊണ്ട് കുഴപ്പമില്ല കേസ്. ഇവിടെ കൂടി കയറിപ്പോവും. ഇത് ഫുൾ ഓബിയൊക്കെ ആയിട്ട് നമ്മൾ എസ്കേപ്പ് ആണ് ഗേസ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം. ഇതൊക്കെ തുറന്നിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാം ഗേസ്. ഓക്കെ ഗേസ്, ഇവിടെ പിന്നെ ഇവിടെ സ്പാനർ എടുക്കണം ഗേസ്. നമുക്ക് ഇവിടെ നിന്ന് സ്പാനർ എടുക്കാം ഗേസ്. ഇതെടുത്ത് നമുക്കിത് തല്ലി പൊട്ടിക്കാം. അടിപൊളി. ഓക്കെ, എല്ലാം ഗോൾഡൊക്കെ എടുക്കണം ഗേസ്. ഗോൾഡൊക്കെ ഒരുപാട് എടുക്കണം. സെക്യൂരിറ്റി A2 എത്തിയിട്ടുണ്ട് ഗേസ്. നമ്മളിവിടെയാണ്. നമ്മൾ ഈ ബാരീനെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഗസ്. ഇവൻ നമ്മളെ പിടിക്കാൻ വരും ഗസ്. നമ്മൾ ഓടണം. ഓടിയിട്ട് എനിക്ക് തോന്നുന്നത് ആ സ്റ്റെപ്പ് വഴി കയറി മുകളിലോട്ട് പോകണമെന്നാണ്. കാരണം ഒരുപാട് പേര് മുകളിൽ നിൽക്കുന്നുണ്ട് ഗസ്. ഗസ് ഉണ്ട്, ഈ ചേച്ചി പോകുന്നുണ്ട് ഗസ്. ഈ ചേച്ചീൻ്റെ കൂടെ നമുക്ക് പോകാം ഗസ് മുകളിലോട്ട് ഗസ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഓടണം ഗസ്. ഇവിടെ ഒരുപാട് സെല്ലൊക്കെ ഉണ്ട് ഗസ്. നമ്മളെ പിടിച്ചൊന്നും അതിലിടാതെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പൈപ്പ് ലൈനിലൂടെയൊക്കെ പോവാം. ഓക്കെ ഗസ്, ഒരാൾ താഴെ വീണതേ ഉള്ളൂ ഗസ്. ഇവിടെ നിന്ന് ഗോൾഡൊക്കെ നമുക്ക് എടുക്കാം ഗസ്. ഗസ് ഈ ചേച്ചി പിന്നെ തറയി വീണ് ഗസ്. നമുക്ക് വീഴണ്ട ഗസ്. ഇയാളെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം ഗസ്. നമ്മൾ അവനെ കൊലക്കി എടുത്ത് ഗസ്. ഓക്കെ ഗസ്, തുറക്കാൻ പറ്റുന്നില്ല ഗസ്. ഇവിടെ എന്തോ ലൈൻ. ഗസ്, നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു. നമുക്ക് താഴെ ചാടിയിട്ട് പെട്ടെന്ന് പോയി ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വരാം ഗസ്. അയ്യോ, നമ്മളിപ്പോൾ പിടിക്കുക അയാൾ. ഓക്കെ അയ്യോ ഗസ്, സ്റ്റേഴ്സ് മിസ്സായിപ്പോയി. അയ്യോ ഗസ്, ഒന്നുകൂടി ചെയ്യണം ഗസ്. ആ സ്റ്റേഴ്സ് നമ്മൾ ജസ്റ്റ് ഒരു സെക്കൻഡിന് മിസ്സായി പോയി ഗസ്. നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ആ ബട്ടൺ ഞാൻ ഓൾറെഡി പ്രസ് ചെയ്തല്ലോ. ഒന്നുകൂടി പ്രസ് ചെയ്യാം. ചിലപ്പോൾ റെസ്പോൺ ആയതുകൊണ്ട് പോയി കാണും. പ്രസ് ചെയ്ത് ഒന്നുകൂടി പ്രസ് ചെയ്ത് നോക്കാം ഗസ്. കാരണം അല്ല ലൈറ്റ് കത്തിയില്ല. നമുക്കിനി പോയി നോക്കാം. തുറന്നിട്ടുണ്ട് ഗസ്. തുറന്നിട്ടുണ്ട്. നമുക്കിനി പോകാം ഗസ്. നേരത്തെ പോലെ തന്നെ പോവാം. ഓക്കെ ഗസ്, ഇവിടെ കയറിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് താഴെ ചാടണം. താഴെ ചാടി നമുക്ക് അയ്യോ ഗസ് ടോയ്ലറ്റിലാണ് എത്തിയ ഗസ്. നമുക്ക് എന്തായാലും വന്നാലേ കൈയൊക്കെ കഴുകിയിട്ട് പോകാം ഗസ്. കൈയൊക്കെ കഴുകിയിട്ട് നമുക്ക് പോകാം ഗസ്. ഗോൾഡൊക്കെ എടുക്കാം. ടോയ്ലറ്റിൽ എങ്ങനെയാണ് ഗോൾഡ് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഗസ്. ഇവിടെ ഡോറൊക്കെ നമുക്ക് തുറക്കാൻ പറ്റും. നമുക്ക് എന്തായാലും യൂസ് ചെയ്യാം. ഓക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യേണ്ട ഗസ്. ഇത് കൊള്ളത്തില്ല. ആരോ ഏതൊരു തടിയെ വന്ന് എന്തൊക്കെയോ ചെയ്തിട്ട് പോയി ഗസ്. ഇവിടെ ഒരു കുഴിയുണ്ട് ഗസ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമുക്ക് ആ ശവലെടുത്ത് ഈ കുഴിക്കകത്തൂടി പോകണമെന്ന് തോന്നുന്നു ഗേസ്. അപ്പോൾ ഗേസ് നമുക്കിവിടെ ഡിഗ് ചെയ്ത് നോക്കാം. ഓക്കെ ഗേസ്, അടിപൊളി ഗേസ്. നമുക്ക് ഇനി കുഴിച്ചൊക്കെ പോകാം. നമ്മൾ കുഴിച്ച് നരകത്തെത്തി ഗേസ്. നിങ്ങളുടെ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ താഴെ നമ്മൾ നരകമായിരിക്കും ഗേസ്. ലാവയൊക്കെ കാണും, അതുകൊണ്ട് സൂക്ഷിക്കണം ഗേസ്. പിന്നെ ഇവിടെ ബ്രിഡ്ജൊക്കെ ഉണ്ട് ഗേസ്. നമുക്ക് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാം ഗേസ്. മൂന്നാമത്തെ ബ്രിഡ്ജ് എന്തോ പൊട്ടിയാണ് ഇരിക്കുന്നത് ഗേസ്. അപ്പോൾ ഗേസ് ആ പൊട്ടി വീണ് ഗേസ്. നമ്മളവിടെ ഒരു സെക്കൻഡ് കൂടെ നിന്ന് അയ്യോ ഗേസ്. അപ്പോൾ ഗേസ് ഇനി അടുത്തതൊക്കെ സ്കെയറി ആണെന്ന് തോന്നുന്നു. സ്കൾ ഫേസൊക്കെ ഉണ്ട്. എനിക്ക് ജംപ് സ്കെയർ ആവാൻ ഒട്ടും താല്പര്യമില്ല. ജംപ് സ്കെയർ ആവുകയാണെങ്കിൽ എൻ്റെ വിളി കേൾക്കുമ്പോൾ നിങ്ങളാരും പേടിക്കല്ലേ ഗേസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ മീസ് പോലത്തെ ഒരു സാധനം ഇവിടെ ഉണ്ട്. സ്പൈനാണെന്ന് തോന്നുന്നു. ഇത് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഭയങ്കര സിമ്പിളാണ് ഗേസ്. ഇതൊക്കെ എനിക്കൊരു വിഷയമേ അല്ല. ഓക്കെ ഇതെന്താണ്? അപ്പോൾ ഓക്കെ എനിക്കിതെന്താണ് മനസ്സിലായെന്ന് തോന്നുന്നു. ഇവിടെ കൂടി ഒരു ബോൾ വരും. ആ ബോൾ വരുമ്പോൾ നമ്മളിവിടെ ഒളിച്ചിരിക്കണം. അയ്യോ ഒളിച്ചിരിക്കുക. ഓക്കെ ഒളിച്ചിരിക്കാം ഗേസ്. ഇതൊന്നും എനിക്ക് പേടിക്കണ്ട ഗേസ്. അടുത്ത് നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാം.
ഇവിടെ ഒളിച്ചിരിക്കാം. ബോൾ ഇപ്പോൾ വരും കേസ്. ഓക്കെ, ബോൾ വന്ന് കേസ്. നമുക്ക് ആ സൈഡ് ഒളിച്ചിരിക്കാം. ഓക്കെ, ബോള് വരുന്നില്ലല്ലോ കേസ്. ഇവിടെ ഒളിക്കണ്ട. അയ്യോ, ഇവിടെ ലാഡർ ഞാൻ കണ്ടില്ല കേസ്. നമുക്ക് ഈ ലാഡർ കയറി പോകാം. ലാഡർ കയറി പോകുമ്പോൾ ജംപ് സ്കെയർ ഒന്നും കിട്ടില്ലേ. ജംപ് സ്കെയർ ഒന്നുമില്ല കേസ്. നോക്ക് ഈ സ്കൾ കിടക്കുന്നത് നേരത്തെ വന്ന ഏതോ ഒരു പ്രിസൺ എസ്കേപ്പറിൻ്റെ ആയിരിക്കും കേസ്. അതുകൊണ്ട് നമുക്ക് ആ സ്കള് പോലെ ആവേണ്ട താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ആരോ നിൽക്കുന്നുണ്ട്. കണ്ട ഒരു ഇങ്ങനത്തെ അയ്യോ ഗൈസ്, അവൻ എന്തിനാണെന്ന് അറിയത്തില്ല എന്നെ പിടിക്കാൻ വരുന്നുണ്ട്. നമുക്കിവിടെ കയറി വിളിച്ചിരിക്കാം ഗൈസ്. ഗൈസ് ഇവിടെ ഒരു സാധനം ഉണ്ടാകത്തിരിക്കാം. അയ്യോ, ഓടിക്കോ 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 ഓടിക്കോ. ഈ ഡോർ ഓപ്പൺ ആയെന്ന് തോന്നുന്നു കേസ്. ഇവിടെ കുടിച്ചാടാം. അവൻ ആ ഡോർ വഴി വരാൻ പറ്റത്തില്ല കേസ്. അടിയാനായി പോയി കേസ്. നമുക്ക് ഇതൊരു ചാടാം. ഇതൊക്കെ സിമ്പിളാണ് കേസ്. ഈ ഓബിയൊക്കെ തോക്കാൻ ചാൻസേ ഇല്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു പുതിയ സ്ഥലം എത്തിയിട്ടുണ്ട്. റീജനോ പ്രസ് ചെയ്ത് നോക്കാം കേസ്. നമുക്കിത് കറക്കി നോക്കാം. നമ്മൾ കറക്കി പോയാണ്ട് മുകളിലോട്ട് പോകുന്നു കേസ്. മുകളിൽ എന്താണ് നമുക്ക് നോക്കാം കേസ്. അപ്പോൾ പതുക്കെയാണ് മുകളിലോട്ട് പോകുന്നത്. ആ നേരം കൊണ്ട് നമുക്ക് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ സമയമുണ്ട് കേസ്. അപ്പോൾ പെട്ടെന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം കേസ്. നമ്മളിവിടെ എന്തോ ചെയ്യാനുണ്ട് കേസ്. നമ്മൾ അവിടെ കാഫറ്റേരിയ ആണ്, ഇവിടെ സെക്യൂരിറ്റി ട്രെയിനിങ് ആണ് കേസ്. നമ്മളിത് ഹോബിയാണെന്ന് തോന്നുന്നു. നമുക്ക് ചാടി നോക്കാം. കേസ്. അയ്യോ, പിന്നെ നമ്മളതെങ്ങനെ ചെയ്യണം? ഇവിടെ നിന്നെല്ലാം കിട്ടുമായിരിക്കും കേസ്. ഞാൻ യൂട്യൂബിലൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് സാധാരണ സ്പീഡ് കിട്ടുന്നതാണ് കേസ്. ഇവിടെ നിന്നോ സ്പീഡ് എവിടെ നിന്നോ കിട്ടും കേസ്. സ്പീഡ് കിട്ടാനായിരിക്കും കേസ് ഈ വെൻഡിങ് മെഷീൻ. നമുക്ക് ഈ വെൻഡിങ് മെഷീൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം കേസ്. കേസ് ഒരു ഡ്രിങ്ക് കിട്ടി. ഈ ഡ്രിങ്ക് കുടിച്ച് നോക്കാം കേസ്. അടിപൊളി ടേസ്റ്റ് കേസ്. നല്ല സ്പീഡും കൂടിയിട്ടുണ്ട് കേസ്. ഇപ്പോൾ പവർഫുൾ ആയിട്ടുണ്ട് കേസ്. നമുക്കിനി ഓബി ചെയ്ത് നോക്കാം കേസ്. കേസ് കുറച്ച് പാടാണ് കൺട്രോൾ ചെയ്യാൻ ഈ ഹൈ സ്പീഡ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേസ്. ഫസ്റ്റ് ട്രൈ തന്നെ ചെയ്താൽ അടിപൊളിയായിരിക്കും കേസ്. പക്ഷേ അയ്യോ, നമുക്ക് ചെയ്ത് നോക്കാം കേസ്. അധികം പാടൊന്നുമില്ല, പക്ഷേ ഇത്ര സ്പീഡിൽ പോകുന്നത് കൊണ്ട് നമ്മൾ എത്തി കേസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കേസ് വായി കൂടി എന്തൊക്കെയോ പോകുന്നത്. ഓക്കെ, നമുക്കിനി ലാഡറിൽ കയറി നോക്കാം. ലാഡറിൽ കയറി എങ്ങോട്ട് പോകാൻ നോക്കാം കേസ്. ഇവിടെ സ്റ്റോറേജ് റൂമാണ്. ഇവിടെ ഫൈൻഡ് ലാഡർ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേസ്. ഇവിടെ മുകളിൽ തന്നെ ലാഡർ. അങ്ങനെയല്ല, നമ്മൾ മുകളിലോട്ട് പോകാൻ വേണ്ടി ഇവിടെ ലാഡർ കിട്ടും കേസ്. നമുക്ക് ആ ലാഡർ കണ്ടുപിടിക്കാം കേസ്. നമുക്ക് ലാഡർ ചുറ്റും നോക്കാം കേസ്. ഇവിടെ സെക്യൂരിറ്റി ക്യാമറ കൊണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കണം. സ്റ്റോറേജ് റൂമിലായിരിക്കും കേസ് ലാഡർ. ഓക്കെ കേസ്, ഇവിടെ ലാഡർ അല്ല, അത് ലാഡർ അല്ല, റീജനോ. നമുക്ക് ലാഡർ കിട്ടിയിട്ടുണ്ട് കേസ്. നമുക്ക് ലാഡർ കൊണ്ട് അവിടെ വയ്ക്കാം കേസ്. അടിപൊളിയാണ് ഗെയിം കേസ്. നമുക്ക് ടാസ്ക് ഒക്കെ തന്ന് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എസ്കേപ്പ് ആവാം കേസ്. നമുക്ക് ഇനി ലാഡറിലേക്ക് കയറി പോവാം കേസ്. അടിപൊളി. ഓക്കെ, നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ കാറ്റെന്തോ വരുന്നുണ്ട് കേസ്. നമുക്കത് സൂക്ഷിച്ചു പോകാം കേസ്. ഇവിടെ ഒരു പൈപ്പൊക്കെ ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേസ്. നമുക്ക് ഈ ഹോബി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം ഫസ്റ്റ്. കുറച്ച് പാടാണ്, എന്തായാലും നമുക്ക് ചെയ്യാം. നല്ല ഇങ്ങോട്ട് നമ്മളെ വലിക്കുന്നുണ്ട് കേസ്. ഇത്രയും ഫോഴ്സിൽ വലിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ആ സൂചിയിൽ പോകും കേസ്. ആ ഗോൾഡ് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ ലാഡറിൽ തന്നെ കയറി പോവാം. ഇവിടെ ഗോൾഡ് ഉണ്ട് കേസ്. നമുക്ക് ഈ ഗോൾഡ് എടുക്കാം. ഈ പൈപ്പിലൂടെയൊക്കെ പോകണം കേസ്. ഓക്കെ, ഇവിടെ കൂടി. ഇവിടെ ഒന്നും ഇല്ല. നമുക്ക് ഇവിടെ കൂടി തന്നെ ചാടണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇത് കൊള്ളാം കേസ്. ഈ ഒരുപാട് പൈപ്പിലൂടെ ചാടി എങ്ങാനും എൻ്റെ കാല് സ്ലിപ്പായി പോയാൽ നമ്മൾ നേരെ സൂചിക്കകത്ത് എൻ്റെ തലയിരിക്കും കേസ്. നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ക്ലോസ് ദ വെയിൽസ്. അതെന്ത് സാധനം? ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കേസ്. നമുക്ക് കറക്കാം. അപ്പോൾ ഒരെണ്ണം ഓഫായി. ബാക്കിയുള്ളത് നമ്മൾ ചാടണമെന്ന് തോന്നുന്നു. ചാടണമെന്ന് തോന്നുന്നു കേസ്. ചാടിയാൽ പക്ഷെ അത് നമ്മൾ വേറെ എന്തോ ചെയ്യേണ്ടതല്ലേ. നമുക്ക് ചാടി നോക്കാം. ചാടി ചിലപ്പോൾ അവിടെ എത്താൻ പറ്റും. ഇല്ല, ചാടാൻ പറ്റത്തില്ല.
നമ്മൾ ബാക്കിയുള്ളത് കൂടി കണ്ടുപിടിക്കണം ഗൈസ്. ഇതേപോലത്തെ ഈ റെഡ് സാധനം പോലെ 2 കൂടി ഉണ്ട് ഗൈസ്. അത് ഒരെണ്ണം ഞാൻ കണ്ടു ഗൈസ്, താഴെ ഇതൊന്ന് കറക്കാം. അടുത്തത് അവിടെ ഉണ്ട് ഗൈസ്. അത് നമുക്ക് പെട്ടെന്ന് ഒന്ന് കറക്കിയിട്ട് നമുക്ക് അത് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ചെയ്താൽ ബാക്കിയുള്ളതൊക്കെ കുറച്ചും കൂടി സിമ്പിളായിരിക്കും തോന്നുന്നു കേസ്. നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ കേസ്. അടിപൊളി ഗെയിമാണ് കേസ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് നമ്മൾ ഈ ടാസ്ക്കൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ നേരെ റോബ്ലോക്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ബാരീസ് പ്രിസൺ OB എന്ന് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേസ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കളിച്ച് നോക്കണം, അടിപൊളി ഗെയിമാണ്. ഓക്കെ, പിന്നെ കേസ് ഞാൻ ബ്ലോക്സ് റൂട്ടിൻ്റെ വീഡിയോസൊക്കെ ഇട്ടത് നല്ല സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ ഇടുന്നത്. ബ്ലോക്സ് റൂട്ടിൻ്റെ പാർട്ട് 3 വേണമെന്നുള്ള ഇതൊന്ന് കമൻറ്റൊക്കെ ചെയ്യുക കേസ്. നമ്മൾ വെൻറ്റി കൂടി കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു ആരോ കാണിക്കുന്നുണ്ട് അങ്ങോട്ട് പോകാൻ, പക്ഷെ അങ്ങോട്ടാണ് കാറ്റും പോകുന്നത്. അപ്പോൾ കേസ് ചാടിക്കോ 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 ചാടിക്കോ. അയ്യോ കേസ്, ഇപ്പം ഈ ഡയറക്ഷനെ ചാടിക്കോ. കറക്റ്റ് യെല്ലോയിലെത്തുമ്പോൾ ചാടണം കേസ്. ഇപ്പം ഈ ഡയറക്ഷനിൽ റൈറ്റ് സൈഡ് മാത്രം ചാടണം. ഓക്കെ, കുഴപ്പമില്ല കേസ്. നമ്മളെങ്ങനെ മുകളിലോട്ട് പോകും? അവിടെ ലാഡർ ഉണ്ട്. ലാഡർ കയറി മുകളിലോട്ട് പോകും. ഇവിടെ ഗോൾഡൊക്കെ കിടപ്പുണ്ട്. നമ്മളിനി മുകളിലോട്ട് പകർന്നു പോകണം കേസ്. അയ്യോ, ഇവിടെ ആയിരിക്കും കേസ് പോകേണ്ടത്. ഇതിൻ്റെ ഗാഡി കയറാം. ഈ വെൻറ്റ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം കേസ്. ഇവിടെ കുറേ ഗോൾഡൊക്കെ കിടപ്പുണ്ട്. ഓക്കെ കേസ്, നമ്മളിപ്പോൾ തിരിച്ച് എൻ്റെ അകത്തേക്ക് കേസ്. കാഫറ്റീരിയയിൽ വരാനാണ് കേസ് ഇത്ര നേരം പാടുവിട്ടത്. കണ്ട കേസ്, നമ്മൾ ഇവിടെ നിന്നാണ് നേരത്തെ പോയത്. ഓക്കെ കേസ്, ഇവിടെ ഒരു തടിയുണ്ട്. അയ്യോ, ഞാൻ വിചാരിച്ചാൽ പാവമായിരിക്കുന്നു. ഇവന് ഹെൽത്തൊക്കെ ഉണ്ട് കേസ്. നമ്മളിവനെ കൊല്ലണമെന്ന് തോന്നുന്നു കേസ്. ഇവിടെ ഒരു ഫുഡ് സൂക്കാന്ന് പറയുന്ന ഒരു വെപ്പൺ അവിടെ ഉണ്ട് കേസ്. നമുക്കിത് വെച്ച് അവനെ കൊല്ലണമെന്ന് തോന്നുന്നു. അവനെ തന്നെ അത് കൊല്ലണം നമ്മളിത് വെച്ച്. പക്ഷെ അവൻ എന്തൊക്കെ എറിയുന്നുണ്ട്, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല കേസ്. നമുക്ക് ഇവിടെ വെച്ച് തന്നെ അവനെ കൊല്ലാം കേസ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ നോക്കി വെടിയിച്ചത് കേസ്. പക്ഷെ അത് പെട്ടെന്ന് ചാവുന്നുണ്ട്. അയ്യോ, നമ്മളിപ്പോൾ അടിക്കും കേസ്. നമ്മളെ കൊല്ലുമായിരുന്നു കേസ്. 1 സെക്കൻഡ് കൂടി നമ്മളവിടെ ഇരുന്നെങ്കിൽ നമ്മളെ കൊല്ലുമായിരുന്നു കേസ്. നമ്മളവനെ കൊന്നിട്ടുണ്ട്. ഇനി അടുത്തെന്താണ് ചെയ്യേണ്ടതെന്ന് എന്താണെന്ന് അറിയത്തില്ല. ഗോൾഡ് കിടപ്പുണ്ട്. ഓക്കെ, ഈ വഴി പോകണം ഗൈസ്. ഈ വഴി നമുക്ക് പോവാം. ഇവിടെ എന്താ താഴോട്ട് പോകുന്നത്? ഓ അയ്യോ ഗൈസ്, സ്ലൈഡായിരുന്നു ഗൈസ്. അയ്യോ, എൻ്റെ ക്യാരക്ടർ തെറിച്ചു പോകണം. അയ്യോ, എന്തുവാണ് ഗൈസ്, ഇപ്പോൾ റോളർ കോസ്റ്ററിൽ തന്നെ ഞാൻ കയറിയിട്ട് ഇറങ്ങിയല്ലേ. ഓക്കെ, ഇവിടെ ഗോൾഡൊക്കെ നമുക്ക് എല്ലാം ഗോൾഡും കളക്ട് ചെയ്യാം. എന്തിനാണ് ഉപകാരമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഫൈനലിൽ നമുക്ക് ഹെലികോപ്റ്ററൊക്കെ മേടിക്കാൻ വേണ്ടി ഗോൾഡ് കൊടുക്കണമായിരിക്കും. ഓക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി പോകാം ഗൈസ്. ഇത് വലിയ പാടില്ല, പക്ഷെ നമ്മൾ സൂക്ഷിച്ച് കളിക്കണം. ലേസറിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിട്ട് കട്ടായി പോകും ഗൈസ്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 2 കട്ടാകാതെ സൂക്ഷിച്ച് പോകാം ഗൈസ്. സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ നമ്മൾ 2 കട്ടാകും ഗൈസ്. നമുക്ക് പോകാം ഗൈസ്. നിങ്ങൾ ഗൈസ് വീഡിയോ ഇതുവരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ താങ്ക്സ് ഗൈസ്, നല്ല ഉപകാരമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കാണുന്നെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി ഒരു സ്കൾ ഇമോജി ഇട്ട് ഗൈസ്. ഒരു സ്കൾ ഇമോജി ഇട്ടാൽ നിങ്ങൾ ഇതുവരെ കാണുന്നുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോർഡ് എടുത്തിട്ട് ഇവിടെ കൊണ്ടിടണം. ഇനി ഒരു ബോർഡും കൂടി എടുക്കാം ഗൈസ്. ഇവിടെ എന്തോ റീജൻ, അയ്യോ റീജൻ പ്രസ് ചെയ്തപ്പോൾ അവിടെ ഉള്ളത് പോയി ഗൈസ്. എന്തോ ഗ്ലിച്ച് ആവുന്നുണ്ട് ഗൈസ്. എന്തോ പറ്റി ഗൈസ്, ഗ്ലിച്ചായി. എന്തോ പറ്റി ഗൈസ്. ആ ഗ്ലിച്ച് ഒന്ന് മാറ്റി നോക്കട്ടെ. അപ്പോൾ ഗൈസ് ആ ഗ്ലിച്ച് മാറ്റി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അതെന്തോ ക്യാരക്ടർ ഗ്ലിച്ച് ആയിരുന്നു. അത് ഞാൻ റീസെറ്റ് ക്യാരക്ടർ എടുത്തപ്പോൾ പോയി ഗൈസ്. നമ്മളിവിടെ കറക്റ്റായിട്ട് വയ്ക്കാം ഗൈസ്. ഡ്രോപ്പ് കൊടുക്കാം. ഇനി ഒരെണ്ണം കൂടി എടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ OB കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. അപ്പം ഗെറ്റ് യുവർ പ്ലാങ്ക്സ് ഹിയർ. ഓക്കെ, അത് എടുക്കാം ഗൈസ്. ഇത് അങ്ങനെ പാടുമല്ല, അത്ര സിമ്പിളും അല്ല. ടാസ്കൊക്കെ നമ്മൾ ചെയ്യണം, നമ്മളതിനെ സ്വന്തമായിട്ട് ചെയ്യണം. അയ്യോ, താഴെ പോയി ഗൈസ്. നമുക്ക് ഇത് തന്നെ എടുക്കാൻ പറ്റില്ല. മുകളിലോട്ട് വേറെ ഒരെണ്ണം എടുക്കാം ഗൈസ്. ഇങ്ങനെ നടന്ന് ഓക്കെ, എങ്ങനെയെങ്കിലും നമ്മൾ ഈ പ്രിസൺ എസ്കേപ്പ് ചെയ്തിട്ട് വേണം എൻ്റെ ഭാര്യയും മക്കളെയും കാണാൻ. ഞാൻ എത്ര വർഷങ്ങൾ കോടികളായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഗെറ്റ് അക്രോസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഫൈനൽ സോണിൽ എത്തിയിട്ടുണ്ടോയെന്ന് തോന്നുന്നു.
ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ബോസ് ഉണ്ട് ഗൈസ്. ഇതിനെ നമ്മൾ സാധനങ്ങളൊക്കെ എറിഞ്ഞെറിഞ്ഞ് കൊല്ലണം ഗൈസ്. എറിയുന്നില്ല, ഫുഡാണ് ഗൈസ്. ഈ ഫുഡൊന്നും നിങ്ങൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇത് ഗെയിം മാത്രമാണ്. കാണുന്ന കൊച്ചു കുട്ടികളൊന്നും ഈ ഫുഡൊന്നും ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ ഗൈസ്, അവൻ്റെ കൈ അടിച്ച് പൊട്ടിക്കണം ഗൈസ്. കൈ ആദ്യം പൊട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ പവർ കുറയും. കാരണം ആ കൈ വെച്ചാണ് നമ്മളെ ഷൂട്ട് ചെയ്യുന്നവൻ. ഓക്കെ, അവൻ്റെ കൈ ഒരെണ്ണം ബ്ലാസ്റ്റ് ആയിട്ടുണ്ട്. അവൻ്റെ പകുതി എഴുത്തും 3/4 എഴുത്തും പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അവൻ നല്ല ഷൂട്ട് ചെയ്യുന്നു. അവൻ്റെ ഒരു അടി പോലും എൻ്റെ ദേഹത്ത് ഇതുവരെയായിട്ട് കൊണ്ടിട്ടില്ല. ഞാൻ അത്രയ്ക്കും പ്രോ ആയി ഗൈസ്. ഓക്കെ ഗൈസ്, അവൻ 1 HP ആണ്. ഓക്കെ, അവൻ കൊത്തിട്ടുണ്ട് ഗൈസ്. സെക്യൂരിറ്റിനെയും കൊന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാം ഗൈസ്. ഇനി എവിടെയാണ് എസ്കേപ്പ് ചെയ്യേണ്ട സ്ഥലം? ഓക്കെ ഗൈസ്, ഇവിടെ കാറുണ്ട് ഗൈസ്. കാറും എടുത്ത് നമുക്ക് എസ്കേപ്പ് അടിക്കാം ഗൈസ്. ഇവിടെ നിന്ന് സ്ഥലം വിട്ട് കളയാം ഗൈസ്. ഓക്കെ ഗൈസ്, പോലീസ് വണ്ടി എടുത്ത് നമ്മൾ നിയറസ്റ്റ് പെട്രോൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്, മറ്റേ ഗ്യാസ് സ്റ്റേഷനിൽ. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങണം. ഇവിടെ എന്തോ സ്ഥലമുണ്ട് ഗൈസ്. ഇവിടെ ആരെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തോ വയ്ക്കണം ഗൈസ്. ഇവിടെ എന്തോ വച്ചാൽ നമുക്ക് മുകളിൽ കയറാൻ പറ്റും. അത് എടുക്കാൻ തിരിച്ചു വാങ്ങും ഗൈസ്. എൻ്റെ സ്ഥലത്ത് എന്തോ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇത് ഡോറൊക്കെ ഉണ്ട്. ഇതിലേതെങ്കിലും കൊണ്ട് അവിടെ വയ്ക്കണം. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കയറിയിട്ട് നമ്മൾ ആ മതിൽ ചാടണം ഗൈസ്. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഗൈസ്. നമുക്കിത് കൊണ്ടുപോയിട്ട് അവിടെ വയ്ക്കണം. നമ്മൾ ഫസ്റ്റ് അവിടെ വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് ചാടിയിട്ട് ഇങ്ങനെ ചാടണം ഗൈസ്. അങ്ങനെ സിമ്പിളാണ്. പക്ഷേ ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നെ മനസ്സിലായി ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ചാടാം. ഇതൊക്കെ സിമ്പിളാണ് ഗൈസ്. ഈ ഹോബിയൊക്കെ സിമ്പിളാണ് ഗൈസ്. ഓക്കെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്. ഓക്കെ, നമുക്ക് സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ വരെ ഉണ്ട് ഗൈസ്. നമുക്ക് ഗോൾഡൊക്കെ കളക്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് ഹെലികോപ്റ്ററിൽ കയറിയിട്ട് നമ്മൾ ഫൈനലി ഈ പ്രിസൺ എസ്കേപ്പ് ചെയ്യാൻ പോകുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ പ്രിസൺ തന്നെ നമ്മൾ ഹാർഡ് മൂഡിട്ട് കളിക്കണമെന്ന് താല്പര്യമുള്ളവരെല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് ഹെലികോപ്റ്റർ എടുത്ത് പോകാം. നമ്മൾ പ്രിസൺ എസ്കേപ്പ് അതിൻ്റെ ബാഡ്ജൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടിപൊളി ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ തിരിച്ചിവിടെ തന്നെ വന്നേ. ഓക്കെ ഗൈസ്, നമ്മൾ തിരിച്ച് വന്നപ്പോൾ പോലീസ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, വീഡിയോക്ക് അത്രേ ഉള്ളൂ. നമ്മൾ ഫുള്ളായിട്ട് പ്രിസൺ എസ്കേപ്പ് ചെയ്ത് നമ്മൾ ഭാര്യയും മക്കളെയൊക്കെ കണ്ട് പ്രിസൺ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വേറൊരാളായിട്ട് അതേ പ്രിസണിൽ പോലീസായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ പോലീസായിട്ട് ഞാൻ കളിക്കാൻ കാണാനുള്ളവരൊക്കെ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. കാരണം അത്ര എഫേർട്ടിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പം സഞ്ജു, പീസ് ഔട്ട്, ബൈ ബൈ.